സന്ദീപേട്ട, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്ന് നിങ്ങൾക്കൊരു ബിരുദം നേടണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ആദ്യത്തെ ഉത്തരം US ആയിരിക്കും. കാരണം മികച്ച വിദ്യാഭ്യാസം. ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമാണ് ഒരു US ബിരുദം സ്വന്തമാക്കുക, US പോയി ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സ്വന്തമായിട്ടൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിനൊരു തിരിച്ചടി നൽകുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് മാറ്റിയിട്ട് ഒരു ഫിക്സഡ് ടൈം കൊണ്ടുവരാനാണ് ഭരണകൂടം നോക്കുന്നത്. അത് വെച്ചാൽ 4 വർഷത്തേക്ക് ഒരു വിദ്യാർത്ഥി പോയി കഴിഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു വരണം. അവരല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനൊന്നും അനുവദിക്കുന്നില്ല. അതിൽ ട്രംപിൻ്റെ നയങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ട്രംപ് കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കാണേണ്ട 2 സൈഡുണ്ട്. അവർ പറയുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളോട് വരുന്നു, ദീർഘകാലം ഇവിടെ താമസിക്കുന്നു, അവർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല, അവരെന്തൊക്കെ ഇവിടെ ചെയ്യുന്നു എന്ന് ഓർവ് ചെയ്യാൻ ഒരാളുമില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമിക്കായിട്ട് ഒരു വല്ലാത്തൊരു അരാജകത്വം, അനാർക്കി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ ശരിയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കോളേജസിലും സർവകലാശാലകളിൽ പ്രത്യേകിച്ച് കാണാം, PhD പ്രോഗ്രാമിന് ചേരും. 5 വർഷമാണ് നമ്മുടെ PhD പ്രോഗ്രാം. അതിന് 3 വർഷം ഒക്കെയാണ് ഫെലോഷിപ്പ് ഉണ്ടാവുക. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞാൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ വെക്കണം, പിന്നീട് 2 വർഷം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയമാണ്. ഈ 3 വർഷം കഴിഞ്ഞാൽ ആൾ വെക്കില്ല, 5 വർഷം കഴിഞ്ഞാലും വെക്കില്ല, 10 വർഷം കഴിഞ്ഞാലും വെക്കാത്തവരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സർവകലാശാലകളിൽ ഇതിനൊക്കെ ഫൈൻ ഈടാക്കി തുടങ്ങിയത്. നിങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള ഫൈൻ കൊടുക്കേണ്ട, ഓരോ ഡേറ്റിന് ഓരോ ദിവസത്തിന് ഫൈൻ എമൗണ്ട് കൊടുക്കേണ്ട സിസ്റ്റത്തിലേക്ക് നമ്മളുടെ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് മാറിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ പഠന മേഖലയിൽ ഇങ്ങനത്തെ ഒരല്പം അരാജകമെന്ന് തോന്നുന്ന ചില സിസ്റ്റം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വളരെ കർക്കശമായിട്ടുള്ള ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ഈ പ്രപ്പോസലിന് വൈറ്റ് ഹൗസിൻ്റെ ക്ലിയറൻസ് കിട്ടണം. വൈറ്റ് ഹൗസിൽ നിന്ന് OMB റിവ്യൂവിന് പോകണം, ഓഫീസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബഡ്ജറ്റ് വിഭാഗത്തിൻ്റെ റിവ്യൂവിന് പോകണം. ഇതൊരു സാധാരണ ഒരു പ്രോസസ്സാണ്. സാധാരണ നിയമങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഫെഡറൽ നിയമങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നയം വരുമ്പോഴൊക്കെ വരുന്ന സാധാരണമായിട്ടൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് വരാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് വരുന്നതോട് കൂടിയിട്ട് ഇത് നടപ്പാകും. അപ്പോൾ നടപ്പാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത് വലിയ മാറ്റമാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ സംവിധാനങ്ങളിലെ, US സ്റ്റുഡൻറ്റ് വിസ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പോകാൻ ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ വളരെ നിർണായകമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും. പലർക്കും തിരിച്ചടിയാന്ന് തന്നെ പറയാം അല്ലേ? കാരണം ഗവേഷക വിദ്യാർത്ഥികളുണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം പലരുടെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിൽ പോയി നല്ലൊരു ബിരുദം സ്വന്തമാക്കിയതിനു ശേഷം അവിടെ ഒരു ജോലി കണ്ടെത്തുക, കരിയർ സെറ്റാക്കുക, ഫാമിലി ആകുക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പം ട്രംപ് ഭരണകൂടം ഒരു തടയിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴയ മാറ്റവും പുതിയ മാറ്റവും എന്താണെന്ന് കൃത്യമായിട്ട് ഇനി പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഇപ്പം സ്റ്റുഡൻറ് വിസയ്ക്ക് പറയുന്നത് F1 വിസ എന്നാണ്. അപ്പൊ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്നാണ്. ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് എടുത്തു, അപ്പൊ എൻ്റെ കോഴ്സ് 3 വർഷമാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ എൻ്റെ കോഴ്സ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് 3 വർഷം അല്ല, അത് നീണ്ടുപോയി, 4 വർഷം അല്ലെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 8 വർഷത്തേക്ക് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം US ഭരണകൂടത്തിൻ്റെ അടുത്ത് പോയിട്ട് അപേക്ഷയൊന്നും സമർപ്പിച്ച് അത് നീട്ടണ്ട. എന്നാൽ ഈ നിയമം വരുമ്പോൾ, പുതിയ നിയമം വരുമ്പോൾ, ഇപ്പം 3 വർഷമാണ് എൻ്റെ കോഴ്സ് തീരുന്നതെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ഒന്നെങ്കിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പുതിയ അപേക്ഷ കൊടുത്ത് അവരത് സ്വീകരിച്ചാൽ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവരത് ഒന്നെങ്കിൽ നാടുകടത്തൽ നടപടിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഫൈൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ഓരോ നടപടികളിലേക്ക് പോകും. പക്ഷെ ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഈ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ട് എല്ലാവർക്കും H1B വിസ വേണം. ട്രംപ് ഭരണകൂടം പറയുന്നത് US പൗരന്മാർക്ക് അവിടെ ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. പല കമ്പനികളും US ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളെ നിയമിക്കുന്നുണ്ടെന്നും ഇതുവഴി തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് കുറഞ്ഞ തുകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് അവരുടെ US പൗരന്മാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ F1 വിസകൾ അതുപോലെ M1 വിസകൾ, ഇത് 2 വിസകളാണ് പ്രധാനമായിട്ട്. F1 വിസകൾ നമുക്കറിയാം, അക്കാദമിക് പ്രോഗ്രാംസ്, അതായത്
PhD പോലുള്ള പ്രോഗ്രാംസ്, അതുപോലെ ഈ ആർട്സ് വിഷയങ്ങൾ, അങ്ങനെ MB അങ്ങനെയുള്ള വിഷയങ്ങളിൽ പോകുന്നവർ, PhD ഒക്കെ എടുക്കുന്നവർ ആ തരത്തിൽ. പിന്നെ M1 വിസാസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. അപ്പോൾ ഇതിനൊക്കെ പോകുന്നവരെയാണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കാൻ പോകുന്നത്. മുമ്പൊക്കെ വിസയിലോ അല്ലെങ്കിൽ അറൈവൽ ഡോക്യുമെൻറ്റിലോ ഒന്നും തന്നെ എത്ര കാലത്തേക്ക് എന്നുള്ളൊരു ഫിക്സഡ് ടൈമൊന്നും നിശ്ചയിച്ച് വെക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ അക്കാദമിക് പ്രോഗ്രാംസിനൊരു സ്വഭാവമുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ ചട്ടക്കൂടിനകത്ത് എപ്പോഴും പെടുത്താൻ പറ്റില്ല. ഒരു PhD എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഒട്ടും പറ്റില്ല. കാരണം ഇത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകാം. ഒരാളുടെ ഫീൽഡ് വർക്ക് ചിലപ്പോൾ മറ്റൊരു രാജ്യത്താണെന്ന് ഇരിക്കാം. ആ രാജ്യത്ത് ചിലപ്പോൾ ഒരു അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധമോ മറ്റോ വന്ന് ഇയാൾക്ക് ആ ഫീൽഡ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പല കാരണങ്ങൾ, നമ്മളൊരു ഉദാഹരണം പറഞ്ഞോളൂ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഫീൽഡ് വർക്ക് നീണ്ടുപോകാൻ പല പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതിൻ്റെ ഇയേഴ്സ് കുറച്ച് കൂട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ജെന്യൂനായ റീസൺസ് കൊണ്ട് ഒരുപാട് കേസസ് ഉണ്ട്, ഇയേഴ്സ് കൂട്ടേണ്ടി വരുന്ന ആവശ്യമുണ്ട്. അതേസമയത്ത് ഇതെല്ലാ സമയത്തും സന്ദർഭത്തിലും ഇത് ശരിയാവണമെന്നില്ല. കാരണം ചില ആളുകൾ ഇത് നല്ല തട്ടിപ്പ് തരികട കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ജീവിതത്തെ ഈ തൊഴിൽ ആക്കിയിട്ട് മാറ്റുക, ഈ പഠന പരിപാടിനെ തൊഴിലാക്കി മാറ്റുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ US സ്ഥിരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ലൂപ്പ് ഹോൾസ് നോക്കിയിട്ട് അവർക്ക് പതുക്കെ അവിടുത്തെ പൗരന്മാരായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഇതാണ് ഇമിഗ്രേഷൻ വകുപ്പ് തടയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ മുമ്പ് എക്സ്റ്റൻഷന് വേണ്ടി നിങ്ങൾക്ക് കോളേജിനകത്ത് തന്നെ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ ഉണ്ടാവും. അയാളുടെ സഹായത്തോടുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുന്നത്. യൂണിവേഴ്സിറ്റിക്ക് അതിൽ ഭയങ്കരമായ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസറെ പോയിട്ട് കാണണം. അതായത് സർക്കാരിൻ്റെ നേരിട്ട് പോയി സർക്കാരിൻ്റെ ഓഫീസറെ കാണണം. അയാളെ ബോധ്യപ്പെടുത്തണം, ഞാൻ ഇന്ന കാരണം കൊണ്ട് ഇത് നീണ്ടുപോവാണ്. ആ കാരണം അയാൾക്ക് ബോധ്യപ്പെടണം. ഇത് വലിയ പ്രയാസമാണ്. കാരണം ഈ അക്കാഡമിക് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു തലയാണ് അവിടെ ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. ഇതൊക്കെ വലിയ തൊല്ലയായിട്ട് മാറും. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസർ നിർഭാഗ്യവശാൽ അയാളൊരു കുടിയേറ്റ വിരുദ്ധനും കൂടിയാണെങ്കിൽ, ചിലപ്പോൾ അയാൾ ഒരു വംശീയതയുള്ള ഒരാളാണെങ്കിൽ അത് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനിടയുണ്ട്. പല പ്രശ്നങ്ങളും അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷത്തിനകത്ത് ഈ കോഴ്സൊക്കെ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ ഒരു PhD പ്രോഗ്രാം പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞത് അത് ഏതാണ്ട് പ്രത്യേകിച്ച് US പോലുള്ള സ്ഥലങ്ങളിലെ അക്കാദമിക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അക്കാദമിക് അന്തരീക്ഷത്തിനകത്ത് പോലും അത്ര എളുപ്പമുള്ളൊരു കാര്യമാവണമെന്നില്ല എല്ലാവരും സംബന്ധിച്ച്. പ്രത്യേകിച്ച് ആർട്സ് വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതിലൊരുപാട് വേറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഫെലോഷിപ്സിന് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇതിനകത്ത് വേറെ വരാനും കിടക്കുന്നുണ്ട്. അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറും തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ സന്ദീപേട്ടൻ പറഞ്ഞല്ലോ അവിടെ ഇരിക്കുന്ന കുടിയേറ്റ ഓഫീസർക്ക് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പിള്ളേർ പോകുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻറ് ഇൻ്റർവ്യൂവിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കർശനമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുമോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്, അങ്ങനെയുള്ള വളരെ കർശനമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ അപ്പം തന്നെ ഇവരുടെ വിസ റിജക്റ്റ് ചെയ്ത് വിടുകയാണ്. അങ്ങനെ പല ഇൻ്റർവ്യൂകൾ കടന്നിട്ടായിരിക്കും ഒരു കുട്ടി അവിടെ പോകുന്നത്. അപ്പോൾ അവന് ഇപ്പം 3 വർഷം കൊണ്ട് അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും അവനൊരു ഓഫീസറെ പോയി കാണുമ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അവൻ്റെ ഒരു പഠനം അവിടെ കാലം തന്നെ പോയി. വലിയ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രേസ് പീരീഡ് കിട്ടുമായിരുന്നു. 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കിട്ടും. നമുക്ക് ഈ പഠനം കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് അടുത്ത ഓപ്ഷൻ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം, അല്ലെങ്കിൽ പുറത്തേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒരു 10-60 ദിവസം ഗ്രേസ് പീരീഡ് വന്നിരുന്നു. അതുപോലെ OPTക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിൽ ഇതിനൊക്കെ നമുക്കൊരു സമയം വേണം, സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ഒരു സമയമാണ്. ആ ഒരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. ആ ഗ്രേസ് പീരീഡ് 30 ദിവസമായിട്ട് കുറയ്ക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന നയത്തിൽ. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ തുടരാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു നയമായിട്ട് കാണും. അതുപോലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിൽ ഇപ്പോൾ നിങ്ങളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഒരു വേറൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി മറ്റൊരു ഡിസിപ്ലിനിൽ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അനുവദിക്കും, നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ കർശനമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോവാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഇതിൽ നടന്നിരുന്ന തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു
മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞു. ഇതിനിടയിൽ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, വിസ ലോട്ടറിയിൽ ശ്രമിക്കുന്നു, ലോട്ടറി കിട്ടുന്നില്ല, വീണ്ടും ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സമയം വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വേറൊരു ഡിഗ്രി കൂടി എടുക്കും. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു തരികിട കാണിച്ചിട്ട് ആളുകൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു രണ്ടാമത്തെ ഒരു കോഴ്സ് കാലയളവിൽ എങ്ങനെയെങ്കിലും അതെ ഈ ലോട്ടറി കിട്ടിയിട്ട് പതുക്കെ കയറി പോകുക എന്നുള്ളൊരു പദ്ധതി. അപ്പോൾ ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദുരുപയോഗം തന്നെയാണ്. ഈ ദുരുപയോഗം മുമ്പൊക്കെ അംഗീകരിച്ചു കൊടുത്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അവിടെ പഠിച്ചു വന്ന ആളുകളുടെ ആ ഒരു ടാലൻറ്റ് അവിടെ തന്നെ ഉപയോഗിക്കപ്പെടുക എന്നുള്ള ഒരു തരത്തിൽ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് US ഭരണകൂടങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ആ വിശാല കാഴ്ചപ്പാടൊന്നുമില്ല. അയാളെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള, ഇവരെയൊക്കെ ഓടിച്ചാൽ അവർക്ക് അവിടെ ഉള്ളവർക്ക് ജോലി കിട്ടുന്നുള്ള ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അത് ട്രംപ് പറയുന്നത് തന്നെ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യണമെന്നാണ്. കാരണം എത്രത്തോളം അത് അവർക്ക് ഗുണം ചെയ്യുന്നുള്ളത് വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള സംഗതിയായിട്ട് പലരും പറയുന്നുണ്ട്. കാരണം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ അവിടുന്ന് ഓടിച്ചു വിടുന്നത് ഭയങ്കരമായ സ്റ്റുപ്പിഡിറ്റിയാണ്. കാരണം ഇന്ത്യയിൽ നമുക്ക് അത്രയും മികച്ച വിദ്യാഭ്യാസമോ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസമൊന്നും കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത്രയും ഉയർന്ന മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന സർവകലാശാലകളിൽ പഠിച്ച ഹെവി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ ഉപയോഗപ്പെടുത്താതെ ആ ബ്രെയിനിനെ അവിടെ ഉപയോഗപ്പെടും. നിങ്ങൾ നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അവർക്കാണ് നഷ്ടം. മറ്റുള്ള നാടുകൾക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായിട്ട് മാറുകയുള്ളൂ. കാരണം ഇങ്ങോട്ട് ആ ബ്രെയിൻ വരുന്നു, ആ ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും ഈ പരാതിപ്പെടുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞു. ഇവിടെ പഠിച്ചിട്ട് ആളുകൾ പോകുന്നു. അപ്പോൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടിയിട്ട് അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിയൊക്കെ വരുന്ന ആ തരത്തിലായിരിക്കാം ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഇത് US സംബന്ധിച്ച് നഷ്ടമാണ്. നമ്മളുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ്. അവർ US പോകുന്നതിൽ ഒരു പുനരാലോചനയ്ക്കൊക്കെ സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ ഒന്നും കൂടെ ചിന്തിക്കും, ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയിട്ട് അവർക്ക് പ്രയോജനമില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നത് വിസ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞാലും നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ പോയി അവിടെ പഠിച്ച് നമ്മൾ അവിടെ ജോലി ചെയ്ത് നമ്മുടെ നാട്ടിലെ കടമൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സെറ്റിൽ ആവാം എന്നുള്ള നമ്മുടെ ഒരു നല്ല ഉദ്ദേശമാണ്. പക്ഷെ അവർ കാണുന്നത് അത് ദുരുദ്ദേശമായിട്ടാണ്. തീർച്ചയായും അതാണ് കുടിയേറ്റ വിരുദ്ധത, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അത് കുറച്ചു കാലം അതങ്ങനെ നിലനിൽക്കുന്നു തന്നെയാണ് വിചാരിക്കേണ്ടത്. മാറ്റങ്ങൾ വരുമായിരിക്കും. മറ്റൊരു ട്രംപിനെ ഒക്കെ വകഞ്ഞു മാറ്റി മറ്റൊരു സിസ്റ്റവും മറ്റൊരു കാലവും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.